ക്ഷേത്രപാലകൻ. ദുഷ്ടനിഗ്രഹം ചെയ്ത് ശിഷ്ടജന പരിപാലനത്തിനായി ദേവലോകം വിട്ട് മർത്യലോകം പൂണ്ട അവതാരമൂർത്തിയാണ് ക്ഷേത്രപാലകൻ. ദമുഖൻ എന്ന അസുരരാജന്റെ പോർവീര്യത്തിന് മുന്നിൽ പരശുരാമന് പോലും പരാജയം നേരിടേണ്ടി വന്നപ്പോൾ ശിവപാദത്തിങ്കിൽ അഭയം നേടി. ദമുഖന്റെ പരാക്രമം കൈലാസത്തിലും ചെന്നെത്തി. ക്രുദ്ധനായ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും മഹാകിരാതമൂർത്തിയായി കാളരാത്രി എന്ന ദേവി പുറപ്പെട്ടു. ദമുഖ നിഗ്രഹാനന്തരവും കോപം ശമിക്കാതെ ദേവി നിലകൊണ്ടു. പരമേശ്വരൻ ത്രിശൂലവുമേന്തി താണ്ഡവം തുടങ്ങി. ഇതുകണ്ട് മഹാകാളരാത്രി പരമേശ്വരനെ പുണർന്നു. പരമേശ്വരന്റെ കലിയടങ്ങി. ആ ശക്തിലയത്തിൽ പിറന്ന ഉണ്ണികളത്രേ ക്ഷേത്രപാലനും വൈരജാതനും. ക്ഷേത്രപാലകൻ നെടിയിരുപ്പ് സ്വരൂപത്തിൽ സാമൂതിരിയുടെ പടനായകനായി. നെടിയിരുപ്പ് സ്വരൂപത്തിലെ തമ്പുരാട്ടിക്ക് ഇളമുറ തമ്പുരാനോട് പ്രണയം. പ്രണയ സമ്മാനമായി കോലത്തിരി അവർക്ക് നൽകിയത് അള്ളടം നാട്. വെട്ടിപ്പിടിക്കുവാൻ എളുപ്പമല്ലാതിരുന്ന ആ നാട് നേടാൻ ക്ഷേത്രപാലകൻ സഹായത്തിനെത്തി. കീഴൂരിൽ നിന്ന് വൈരജാതനും കുറുമ്പനാട്ടിൽ നിന്ന് വേട്ടക്കുരുമകനും ക്ഷേത്രപാലകനൊപ്പം ചേർന്നു. അള്ളടം നാട്ടിലെ 8ഓളം വരുന്ന ദുഷ്പ്രഭുക്കളെ കൊന്നൊടുക്കലായിരുന്നു ക്ഷേത്രപാലകന്റെ ഉദ്ദേശം. പയ്യന്നൂർ പെരുമാളുടെ അനുഗ്രഹത്തോടെ കൃത്യം സാധിച്ച ക്ഷേത്രപാലൻ തന്റെ മാതാവായ മഹാകാളരാത്രിയോടും കൂടി 1000 സൂര്യന്മാരുടെ തേജസ്സോടെ അള്ളടം നാട്ടിൽ വിളങ്ങി വാണു. ഞാൻ പ്രപത്തി കൊണ്ടുപോക്കണ്ടല്ലോ, അറിയിക്കേണ്ട വഴികളുണ്ടോ? കാലമായാലോ കൊതിച്ചതില്ലേ? ശിരസിന് വഹിച്ചിട്ടില്ലെങ്കിലും വാൽപാത്രങ്ങൾ ഉള്ളാരക്കുന്ന ഭാരമുണ്ടല്ലോ. അടുത്ത 2 നാളെ ഭാരം